ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. മികച്ച ജൈവ കർഷകനായി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനെയും തിരുവല്ലാമല കണിയാർക്കോട് സ്വദേശി രാജനാരായണനെയും തെരഞ്ഞെടുത്തു. ചേലക്കരയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. തോട്ടയ്ക്കോട് കാടിനോട് ചേർന്ന പ്രദേശത്താണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം നിർമ്മാണമിഴയുന്നു. കർഷകർ ആശങ്കയിൽ. വടക്കാഞ്ചേരിയിൽ 160 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി ശരത്താണ് പിടിയിലായത്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. CB കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിന് തിരുവല്ലാമല കണിയാർക്കോട് സ്വദേശി രാജനാരായണൻ അർഹനായി. മികച്ച ജൈവ കർഷകനായി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനെ തെരഞ്ഞെടുത്തു. കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് കേരള കാർഷിക സർവകലാശാലയിലെ ഹസീന ഭാസ്കറിന് സമ്മാനിക്കും. കൃഷിമന്ത്രി T. സിദ്ദിഖാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ചിങ്ങം 1-ന് എറണാകുളം കളമശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം നേടിയ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശി വട്ടപ്പറമ്പിൽ ഷാജഹാനെ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഷാജഹാൻ സമ്മിശ്ര ജൈവ കൃഷിയിലൂടെയാണ് അവാർഡിന് അർഹനായത്. 3.5 ഏക്കർ സ്ഥലത്താണ് ഷാജഹാൻ വൈവിധ്യമാർന്ന കൃഷിരീതികൾ നടപ്പാക്കുന്നത്. 2006-ൽ ജില്ലയിലെ മികച്ച മത്സ്യ കർഷകനുള്ള അംഗീകാരം നേടിയ ഷാജഹാൻ നഗരസഭാ തലത്തിലെ മികച്ച കർഷകനായും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ചേലക്കരയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. തോട്ടയ്ക്കോട് അങ്കണവാടിക്ക് സമീപത്തുള്ള കാടിനോട് ചേർന്ന പ്രദേശത്താണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവിധ കമ്പനികളുടെ വെടിയുണ്ടകളാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചത്. കണ്ടെത്തിയ വെടിയുണ്ടകൾ മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വീര്യം കൂടിയവയാണെന്നാണ് പ്രാഥമിക നിഗമനം. ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ലഭ്യമാകുന്ന തരം വെടിയുണ്ടകളാണ് ഇവ. കാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ മൃഗവേട്ടയ്ക്കായി ഉപയോഗിച്ചതാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം നിർമ്മാണമിഴയുന്നു. ഇതോടെ കർഷകർ ആശങ്കയിലായി. 2 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണമാണ് ഇഴയുന്നത്. 6 മാസം പിന്നിട്ടിട്ടും പാലത്തിന്റെ നിർമ്മാണം പകുതിയോളം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായ റെഗുലേറ്ററിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. അടുത്ത സീസൺ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമാണിത്. റെഗുലേറ്റർ സ്ഥാപിച്ച് വെള്ളം സംഭരിച്ചാൽ മാത്രമേ കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 450 ഏക്കറോളം പാടശേഖരത്തിലേക്ക് ആവശ്യമായ ജലസേചനം ഉറപ്പാക്കാൻ സാധിക്കൂ. നിലവിൽ റെഗുലേറ്റർ ഇല്ലാത്തതിനാൽ തണത്തറത്തോട്ടിലൂടെ എത്തുന്ന വെള്ളം മുഴുവൻ സംഭരിക്കാനാകാതെ ഒലിച്ചു പോവുകയാണ്. പഴയ പാലവും തടയണയും പൊളിച്ചു മാറ്റിയാണ് പുനർനിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിലെ വേഗക്കുറവ് തുടർന്നാൽ റെഗുലേറ്റർ പണി പൂർത്തിയാകുമ്പോഴേക്കും മഴയുടെ ശക്തി കുറയുകയും തോട്ടിലെ ജലനിരപ്പ് താഴുകയും ചെയ്യും. ഇത് വരും നാളുകളിൽ കടുത്ത ജലക്ഷാമത്തിനും വിളനാശത്തിനും കാരണമാകുമോ എന്ന ആശങ്കയിലാണ് കടവല്ലൂർ മേഖലയിലെ കർഷകർ. കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതി പൂർത്തിയാക്കിയാൽ കൃഷിക്ക് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമാകും. കൂടാതെ ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗം കൂടിയായതിനാൽ പ്രദേശവാസികൾക്ക് യാത്രയും സുഗമമാകും. മഴക്കാലം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ റെഗുലേറ്ററിന്റെ പണികൾ പൂർത്തിയാക്കാൻ ജലസേചന വകുപ്പും കരാറുകാരും അടിയന്തരമായി ഇടപെടണമെന്നാണ് പാടശേഖര സമിതികളുടെയും കർഷകരുടെയും ആവശ്യം. TCV കുന്നംകുളം.
വടക്കാഞ്ചേരിയിൽ 160 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി കോരങ്ങത്ത് ശരത്താണ് പിടിയിലായത്. ജില്ലയിൽ ലഹരിക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് പ്രതി വലയിലായത്. വോൾവോ ബസിൽ അതീവ രഹസ്യമായി കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നാണ് ഡാൻസ് ഓഫ് സംഘം കണ്ടെത്തിയത്. മേഖലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ ശരത്ത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ശൃംഖലകളെയും പ്രധാന കണ്ണികളെയും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന സംവരണാവകാശം അർഹരായ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഹൈന്ദവ സമുദായ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണം ഭരണഘടനാപരമായ അവകാശമാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് തുല്യ അവസരം ഉറപ്പാക്കുന്നതിനാണ് ഭരണഘടനാ സംവരണ സംവിധാനത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ അർഹരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സമുദായ സൗഹൃദവേദി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി, സ്വാഗത സംഘം ചെയർമാൻ ഏങ്ങണ്ടിയൂർ പ്രദീപ് പണിക്കർ, സംസ്ഥാന ഭാരവാഹികളായ ജഗതി രാജൻ, TP പ്രേംകുമാർ, C. വിശ്വമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നും 16 ലക്ഷം രൂപയുടെ സ്വർണം കാണാതായതായി പരാതി. അഭിഭാഷകരായ ബാബുരാജ്, ജെസി ദമ്പതികളുടെ കാട്ടാകുളത്തുള്ള വീട്ടിൽ നിന്നുമാണ് 115 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടത്. വീട്ടിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച അലമാര തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ കാറ്റിൽ പുതുക്കാട് അശോക റോഡിൽ തെങ്ങ് കടപുഴകി കാറിന് മുകളിൽ വീണു. പുതുക്കാട് ഐനിക്കൽ ജോണിന്റെ വീട്ടിലാണ് അപകടം. വീട്ടുമുറ്റത്തെ ഷെഡിൽ നിർത്തിയിട്ട കാറിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഇവരുടെ പറമ്പിലെ തെങ്ങ് വീണത്. കാറിനും ഷെഡിനും കേടുപാടുകൾ സംഭവിച്ചു. തെങ്ങ് വീണ സമയത്ത് വീടിന് പുറത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഗുരുവായൂർ തിരുവങ്കടം പാനയോഗം രജത ജൂബിലി ആഘോഷവും വാദ്യകലാ പുരസ്കാര സമർപ്പണവും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വീണവിദ്വാൻ A. അനന്തപത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കല്ലൂർ രാമൻകുട്ടി മാരാർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ജ്യോതിദാസ് ഗുരുവായൂർ, രഘു പെങ്ങാമുക്ക്, കലാനിലയം MK നാരായണൻ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഗുരുവായൂർ ACP M. സുരേന്ദ്രൻ ആദരം നിർവഹിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പ്രഭാകരൻ മണ്ണൂർ, ശശി വാർനാട്ട്, ബാലൻ വാർനാട്ട്, ഗുരുവായൂർ ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ രാഘവേന്ദ്ര കനത്ത സുരക്ഷയിൽ ബിരുദ പരീക്ഷ എഴുതി. മാള ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പരീക്ഷാ കേന്ദ്രത്തിലാണ് പരീക്ഷ എഴുതിയത്. NIA-യും സംസ്ഥാന പോലീസും ചേർന്നാണ് സുരക്ഷയൊരുക്കിയത്. ചണ്ടി നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് കിടന്ന ഒളരി പുതുർക്കര കനാലിൽ ഇറങ്ങി വൃത്തിയാക്കിയ തൃശൂർ കോർപ്പറേഷൻ അയ്യന്തൂർ സോണൽ DLR വർക്കറെ ആദരിച്ചു. പുലരി മാരാത്തുവീട്ടിൽ സുധീഷാണ് രാത്രി സമയത്ത് കാട് മൂടിക്കിടന്ന കനാലിൽ ഇറങ്ങി സാഹസികമായി ചണ്ടി നീക്കി ഒഴുക്ക് സുഗമമാക്കിയത്. ഒളരി ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ സാജൻ C. ജോർജ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. തൃശൂർ തൈക്കാട്ട് മൂസ് SNA ഔഷധശാലയുടെയും ജീവനിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വല്ലച്ചിറ, ചേർപ്പ്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ 1000 കുടുംബങ്ങൾക്ക് സൗജന്യമായി കർക്കിടക കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജീവനി വൈസ് പ്രസിഡന്റ് M. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, ജീവനി മാനേജിംഗ് ട്രസ്റ്റി M. രാജേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ P. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി,
കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാങ്കുറ്റിപ്പാടം തപസ്യ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസികൾക്ക് തയ്യൽ മെഷീൻ യൂണിറ്റ് കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കിലത്ത്, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണാണശ്ശേരി മണ്ഡലം പ്രവാസി കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ജമാൽ തിരുനെല്ലി, ജാബിർ നാലകത്ത്, KH ഇക്ബാൽ, PV ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മേഖലയിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ശ്രദ്ധയോടെ പരിപാലിച്ചാൽ ഓറഞ്ച് കൃഷിക്ക് സ്വന്തം പുരയിടത്തിലും സാധ്യതയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ അന്തിക്കാട്ടുകാരൻ. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി പീച്ചെടുത്ത് ചന്ദ്രന്റെ പുരയിടത്തിൽ ഓറഞ്ച് വിളഞ്ഞു നിൽക്കുകയാണ്. ചില്ലകളിൽ നിറഞ്ഞ മധുരനാരങ്ങ മൂത്തു തുടങ്ങിയതോടെ തൊടിയിൽ ഓറഞ്ചിന്റെ മണം പരന്നു തുടങ്ങി. ചില ഓറഞ്ചുകളിൽ ഇപ്പോൾ പഴുക്കുന്നതിന്റെ നിറം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏറെ വൈകാതെ ഓറഞ്ചുകൾ പഴുത്തു പാകമാകും. വെച്ചിട്ട് 5 വർഷമായി. വളം കാര്യങ്ങളൊക്കെ കപ്പലിന്റെ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ട് 5 വർഷമായിപ്പോ ഇഷ്ടംപോലെ കായ്ച്ചുകൊണ്ടിരിക്കുക. വെള്ളിവട്ടത്തെ മകളുടെ വീട്ടിൽ നിന്ന് 5 വർഷം മുൻപ് ഒരു കൗതുകത്തിനു വേണ്ടി ഓറഞ്ചിന്റെ തൈ കൊണ്ടുവന്ന് നട്ടതാണ്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പൊട്ടാഷ്, കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവ ചേർത്ത് നൽകിയാണ് ചന്ദ്രനും ഭാര്യ ശാരദയും ഓറഞ്ച് മരം നട്ടു നനച്ചു വളർത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും നട്ടു നനച്ചു വളർത്തിയ മുന്തിരിത്തോട്ടവും നാട്ടുകാരുടെ ശ്രദ്ധ നേടിയിരുന്നു. തൃശൂർ. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദേവദാസ് മുഖ്യാതിഥിയായി. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പടിഞ്ഞാക്കര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സിറാജ് കടവല്ലൂർ, KSU ജില്ലാ സെക്രട്ടറി അജിത് പെരുമ്പിലാവ് തുടങ്ങിയവർ പങ്കെടുത്തു. കിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് വരവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൻ ജാഗരൻ പദയാത്ര നടത്തി. തിച്ചൂർ എട്ടാമാറ്റ് സെന്ററിൽ നിന്നും ആരംഭിച്ച പദയാത്ര DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, DCC സെക്രട്ടറി നാരായണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർ ഷംനാസ് അണ്ടേക്കാട്ടിൽ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. ചിറക്കൽ സെന്ററിൽ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നദീർ പെരുന്തുരുത്തി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സോണി സക്കറിയ, VK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. MES സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയും മാടവന പടിഞ്ഞാറെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും മോഡേൺ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MES താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം BM ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന വാഹനങ്ങൾക്ക് ദോഷകരമാണെന്ന ആശങ്ക അകറ്റണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ യൂജീൻ മൊറേലി പറഞ്ഞു. RYJD ജില്ലാ കമ്മിറ്റി ചാലക്കുടിയിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സംഘടിപ്പിച്ച യുവഭേരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RYJD ജില്ലാ കൺവീനർ അശ്വിൻ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. RYJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹസീന നിഷാബ്, ജില്ലാ ജോയിന്റ് കൺവീനർ രഞ്ജിത്ത് വടുതല,
RJD നേതാക്കളായ KC വർഗീസ്, ജോർജി ഐനിക്കൽ, റഫീഖ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ സുവർണ ജൂബിലി ആഘോഷം ഹിരൺമയത്തിന്റെ ഭാഗമായി ഹിരൺമയ മുദ്ര സമർപ്പണം നടന്നു. തൃശൂർ PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം അധ്യക്ഷത വഹിച്ചു. സമുദായത്തിൽ നിന്നും സമുദായത്തിനും സമൂഹത്തിനും സംഭാവനകൾ നൽകിയ 25 പേരെ ഹിരൺമയം ചെയർമാൻ കൃഷ്ണൻ കാരക്കാട് നമ്പൂതിരി ആദരിച്ചു. മധ്യമേഖലാ സെക്രട്ടറി പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ, അശ്വിൻ കൊരമ്പൂർ, യോഗക്ഷേമ സഭ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഇന്ദു കുറുശാരൂർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. കടവലൂർ പഞ്ചായത്തിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള ഉത്തരവ് ദുരുപയോഗം ചെയ്യുന്നതിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു നീക്കുന്നതിനുള്ള ഒത്താശയാണ് കെട്ടിട ഉടമകൾക്ക് പഞ്ചായത്ത് ഭരണസമിതി നൽകുന്നതെന്ന് BJP കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രതീഷ് കരിക്കാട് ആരോപിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU ഗുരുവായൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന കൺവെൻഷൻ CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. ഏരിയ ഭാരവാഹികളായ KP വിനോദ്, TB ദയാനന്ദൻ, KR സൂരജ്, AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിയൂർ പാടുക്കാട് ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഫ്രണ്ട്സ് വിയൂർ വിജയികളായി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ സമ്മാനദാനം നിർവഹിച്ചു. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹർഷ വിനീത്, യൂണിറ്റ് പ്രസിഡന്റ് കൃഷ്ണപ്രിയ, EK ലാജോ, PD രാഹുൽ, NR വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ഇ-കാർട്ട് ഡെലിവറി പാർട്ട്നേഴ്സ് ജില്ലാ ഘടകം മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് നിർവഹിച്ചു. സെക്രട്ടറി MR രഞ്ജിത്ത് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. T. സുധാകരൻ, VR സുനിൽ, PV ശ്രീജിത്ത്, TR ഹിരൺ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ സഹ കാർമ്മികനായി. വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രവാക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിയാരം ആനമല അന്തർ സംസ്ഥാന റോഡ് കുണ്ടും കുഴികളും അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. പരിയാരം ജംഗ്ഷനിൽ നിന്ന് നടന്ന റോഡ് ഉപരോധം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷത വഹിച്ചു. VM ടെൻസൻ, ഷൈനി അശോകൻ, KS രാധാകൃഷ്ണൻ, VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
FC പറവട്ടാനി ഫുട്ബോൾ ക്ലബിന്റെ 35ാം വാർഷികം സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. TM റോയ് അധ്യക്ഷത വഹിച്ചു. മുൻ ഫുട്ബോൾ താരം OD ബാബു, ഫുട്ബോൾ പരിശീലകൻ PA ഡേവിസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ TR സന്തോഷ്, കൌൺസിലർമാരായ ML റോസി, ജീസ് ജോർജ്, നടത്തറ പഞ്ചായത്ത് അംഗം ജോയ്സൺ അച്ചാണ്ടി, PB ബിജു, KA കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ വാഹന പരിശോധനയിൽ മാരക രാസലഹരി ഉൽപ്പന്നങ്ങളുമായി 2 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. കാറിൽ വിൽപ്പനയ്ക്കായി കടത്തിയ 2.26 ഗ്രാം MDMA-യും 0.42 ഗ്രാം ഹാഷിഷ് ഓയിലുമായി കരുപ്പടന്ന സ്വദേശി അൻസിൽ, പുല്ലൂറ്റ് സ്വദേശി അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ G കിഷോറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ A ബിമോയ്ഷ്, ഹാറൂൺ റഷീദ്, PR സുനിൽകുമാർ, CK ദേവദാസ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ MP ജിതിൻ, T രാജേഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചെമ്പൻകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്പൻകുന്ന് സ്വദേശിയായ പുത്തൻവീട്ടിൽ ഗിരീഷാണ് അറസ്റ്റിലായത്. ചെമ്പൻകുന്ന് SNDP ശാഖയുടെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്ത് കയറിയ പ്രതി ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും അടച്ചിട്ടിരുന്ന തിടപ്പള്ളിയുടെ വാതിൽ തുറന്ന് പ്ലാസ്റ്റിക് ബോക്സിൽ സൂക്ഷിച്ചിരുന്ന പണവുമാണ് മോഷ്ടിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KK ഷൈബാബ്, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ TB വെൽസ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വാണിജ്യം. കേരളത്തിലെ പ്രമുഖ നേത്രപരിപാലന ശൃംഖലകളിൽ ഒന്നായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസിന്റെ പുതിയ കേന്ദ്രം അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിൽ 96ാമത്തെയും കേരളത്തിൽ 8ാമത്തെയും കേന്ദ്രമായി അങ്കമാലി സെന്റ് ജോർജ് ബസലിക്കയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി M ജോൺ നിർവഹിച്ചു. അൻവർ സാദത്ത് MLA, അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ, വാർഡ് കൗൺസിലർ KK ഷെറിൻ, മുതിർന്ന റേഡിയോളജിസ്റ്റ് ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ, മാക്സിവിഷൻ ചെയർമാൻ ഡോക്ടർ GSK വേലു, ഡോക്ടർ റാണി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ ഇതിനകം 2.5 ലക്ഷത്തിലധികം രോഗികളെ പരിശോധിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. അങ്കമാലിയിലെ നേത്രപരിപാലന നിലവാരം ഉയർത്താനും ഭാവി സജ്ജമായ ഒരു ഓഫ്താൽമിക് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനും സജ്ജരാണെന്ന് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സ്ഥാപകയും ചീഫ് സർജനുമായ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. വിശാലമായ മാക്സിവിഷൻ ശൃംഖലയ്ക്കുള്ളിൽ അത്യാധുനിക രോഗനിർണയ ശസ്ത്രക്രിയാ സാങ്കേതിക വിദ്യകളെ മികച്ച ക്ലിനിക്കൽ മികവുമായി സംയോജിപ്പിക്കുകയാണ് ഈ ആശുപത്രി. പരിചയസമ്പന്നരായ ഓഫ്താൽമോളജിസ്റ്റുകളുടെയും സബ് സ്പെഷ്യലിസ്റ്റുകളുടെയും മൾട്ടി ഡിസിപ്ലിനറി ടീമിനൊപ്പം ഡോക്ടർ റാണി മേനോന്റെ നേതൃത്വത്തിൽ തിമിര ശസ്ത്രക്രിയകൾ മുതൽ റെറ്റിന, ഗ്ലോക്കോമ, കോർണിയ വരെയുള്ള സമഗ്രമായ നേത്ര പരിപാലന സേവനങ്ങൾ ഇവിടെ രോഗികൾക്ക് ലഭ്യമാക്കുന്നു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. മികച്ച ജൈവ കർഷകനായി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനെയും തിരുവല്ലാമല കണിയാർക്കോട് സ്വദേശി രാജനാരായണനെയും തെരഞ്ഞെടുത്തു. ചേലക്കരയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. തോട്ടയ്ക്കോട് കാടിനോട് ചേർന്ന പ്രദേശത്താണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. കടവലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം നിർമ്മാണം ഇഴയുന്നു. കർഷകർ ആശങ്കയിൽ. വടക്കാഞ്ചേരിയിൽ 160 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി ശരത്താണ് പിടിയിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.